നയനയുടെയും ആദർശിന്റെയും നാളത്തെ പ്രൊമോ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ അനാമികയുടെയും അനിയുടെയും ആണെങ്കിൽ ആ ഒരു ഡിവോഴ്സിന്റെ കേസ് അങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ നവീനാണെങ്കിൽ പറയുന്നുണ്ട് കോടതിയിൽ, ഞാനാണെങ്കിൽ അനാമികയും വേറൊരു പയ്യനുമായിട്ട് ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞത് ചുമ്മാതല്ല, അത് അയാളെ മുള്ളുമുട വരുത്തിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ അനാമികയുടെ കാമുകൻ ആ പയ്യനെയൊക്കെ വിളിച്ച് അവിടെ ചോദ്യമൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ജഡ്ജിൻ്റെ ഒക്കെ ആണെങ്കിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. അപ്പം നമ്മൾ അനാമിക ഒരു ഉടായ്പാണെന്നുള്ള കാര്യമൊക്കെ അവിടെ കോടതിയിലെല്ലാം ജഡ്ജിനൊക്കെ മനസ്സിലായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ നവീനാണെങ്കിലും അനാമികയായിട്ട് പൊളിച്ചടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ അനാമികയാണെങ്കിൽ ജഡ്ജിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇവിടെ പെണ്ണുങ്ങൾക്ക് ഒരു നിയമവും കാര്യങ്ങളൊന്നും ഇല്ല, പെണ്ണുങ്ങൾക്ക് സപ്പോർട്ടായിട്ട് കോടതി നിൽക്കത്തില്ലേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മളെ ജഡ്ജിനാണെങ്കിൽ ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട്, ആ പെണ്ണുങ്ങൾ എന്തെങ്കിലും കറക്റ്റായിട്ട് അവരെ സൈഡിൽ എന്തെങ്കിലും സത്യങ്ങളുണ്ടെങ്കിൽ മാത്രമല്ലേ അവരെ കൂടെ ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളെ ജഡ്ജാണെങ്കിൽ അനാമികയുടെയും അനിയുടെയും ആ ഒരു ഡിവോഴ്സ് കേസൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ എനിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമൊക്കെ ആവുന്നുണ്ട് ഡിവോഴ്സ് കിട്ടിയില്ല. പക്ഷേ നമ്മൾ അനാമികയാണെങ്കിലും അച്ഛനും സങ്കടപ്പെട്ടിരിക്കുക. കാര്യം വെച്ചാൽ അവർക്കാണെങ്കിൽ ഒരു പൈസയോ കാര്യങ്ങളോ ഒന്നും അവർക്ക് കിട്ടിയതും ഇല്ലല്ലോ. അപ്പോൾ അവരാണെങ്കിൽ ആ ഒരു വിഷമത്തിൽ ഇരിക്കുന്നുണ്ട്. പിന്നെ ആണെങ്കിൽ അവർ പുറത്തോട്ട് പോകുന്ന സമയത്ത് നമ്മളെ നവീനും അനിയും നന്ദുകൊണ്ടൊക്കെ വരികയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അനിയാണെങ്കിൽ വന്ന് നമ്മൾ അനാമിക അടുത്തും വേണുവിൻ്റെ അടുത്തും പറയുന്നുണ്ട് കേട്ടോ, ഇനിയെങ്കിലും ഞാനൊന്ന് സ്വസ്ഥതയും സമാധാനമായിട്ട് ജീവിച്ചോട്ട്, എൻ്റെ പിറകെ നടന്ന് ശല്യം ചെയ്യരുതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ നവീനാണ് ഇപ്പം അനിക്ക് ആ ഡിവോഴ്സ് കേസൊക്കെ മേടിച്ച് കൊടുത്തത് അനാമിക കുറ്റം പറഞ്ഞിട്ട്. ഇപ്പം നവീൻ്റെ തീരുമാനങ്ങൾ എന്താണെന്ന് ഇനി അറിയാൻ വയ്യ. കാര്യം വെച്ചാൽ നവീനായിട്ട് ഇനി നമ്മൾ ആ നന്ദുവിൻ്റെയും അനിയുടെയും കല്യാണം നടത്തി കൊടുക്കുമെന്നും നമുക്കറിയാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ ആ നന്ദു അനിക്കാണെങ്കിലും ഡിവോഴ്സ് കേസ് മേടിച്ച് കൊടുക്കത്തില്ലെന്നും പറഞ്ഞില്ലേ നമ്മൾ നവീന് ഇരിക്കുകയൊക്കെ ചെയ്തത്. പിന്നെ എന്തൊക്കെയാണെന്ന് വരാൻ പോകുന്ന ട്വിസ്റ്റുകൾ നമുക്ക് കണ്ടു തന്നെ അറിയാം. ഇതൊക്കെയാണ് പ്രൊമോ റിവ്യൂ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ.